ഞാനേ നാളെ രാവിലെ എൻ്റെ തറവാട്ടിലേക്ക് പോകട്ടോ. എന്നോട് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ആൾക്കാരോടൊപ്പം ജീവിക്കാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എൻ്റെ മണി, നീ ഇങ്ങനെ മുന വെച്ചുള്ള വാക്കുകൾ പറയാതെ. എനിക്ക് നീ അറിയാത്ത ഒരു രഹസ്യം ഇല്ല. ഒരു രഹസ്യമില്ലേ? ഇല്ല. അമ്മ പറഞ്ഞ കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. എടി, അത് ചിന്നും പിള്ളേരും നിന്നോണ്ടല്ലേ ഞാൻ പറയാത്തത്. ആണോ? പിന്നെ ശരിക്കും സത്യമായിട്ട് നിന്നെ ഒന്ന് തനിച്ച് കിട്ടുമ്പോൾ നിന്റെ അടുത്ത് പറയാൻ വേണ്ടി ഇരിക്കല്ലേ ഞാൻ. എന്തോ കാര്യം? എടി, ചിന്നുവിനെ പണ്ട് കെട്ടണം എന്ന് പറഞ്ഞ് നടന്ന രാമനുണ്ണി അറിഞ്ഞൂടെ, ഉണ്ണിമാവന്റെ മോൻ. അന്ന് കെട്ടിച്ചു കൊടുക്കാത്തോണ്ടാവാൻ വാശിക്ക് നാട് വിട്ടു പോയി അറിഞ്ഞൂടെ. ഓ, അതിനുശേഷമല്ലേ ഉണ്ണിമാമ നമ്മളടുത്ത് മിണ്ടാത്തെ? ഓ, അവൻ ഇപ്പൊ ഗൾഫിൽ എങ്ങാണ്ടല്ലേ? അത് തന്നെ. എന്നിട്ട് അവൻ എന്തോ പറ്റി? അവൻ തിരിച്ചു വന്നിരിക്കുന്നു. അവൻ വന്നിട്ടേ അമ്മയടുത്ത് വന്നിട്ട് ചിന്നുവിനെ കല്യാണം ആലോചിച്ചിരിക്കുന്നു. അത് നല്ല കാര്യമല്ലേ? നല്ല കാര്യം. മണി, എനിക്കാണെങ്കിൽ അവനെ പണ്ട് കണ്ടെടുത്ത കണ്ടുകൂടാ. അവക്കേ അവനോട് ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നല്ലേ? നിങ്ങളായിട്ടല്ലേ അത് മുടക്കിയത്? അവൾക്ക് അങ്ങനെ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. അത് പിന്നെ ആ പ്രായത്തിന്റെ പക്വത ഇല്ലായ്മ കൊണ്ട് അതൊക്കെ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അതൊക്കെ പോട്ട്. ഇപ്പൊ അവളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞോണ്ടല്ലേ കല്യാണം ആലോചിച്ചോണ്ട് വന്നേ? എന്റെ മണി, എനിക്കാണെങ്കിൽ അവനെ ഉൾക്കൊള്ളാൻ വയ്യ. ഈ അമ്മയാണെങ്കിൽ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദിവ്യേട്ടന് എന്തിനാ ആവശ്യമില്ലാത്ത വാശികള്? വാശിയല്ല മണി, പിന്നെ എനിക്കാണെങ്കിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. എന്തോ സംശയം? അതെ, നമ്മുടെ മണിക്കുട്ടനും ചിന്നുവും തമ്മിൽ എന്തെങ്കിലും ഒരു ഇഷ്ടം ഉണ്ടെങ്കിലോ? ഒന്ന് പോ അച്ഛാ, അവർ നല്ല ഫ്രണ്ട്സ് ആണ്. ഈ പെണ്ണെല്ലാം നശിപ്പിച്ച്. അത് പിന്നെ അമ്മ അച്ഛാ, ഞങ്ങക്ക് എന്താണെന്ന് അറിയാതെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കാര്യം പിന്നെ അച്ഛാ, അപ്പച്ചിയും മാമനും തമ്മിൽ നല്ല അറ്റാച്ച്മെന്റ് ആണ്. പക്ഷെ അച്ഛൻ കരുതുന്ന സ്നേഹബന്ധമൊന്നും അവർക്കിടയിൽ ഇല്ലെന്നാണ് തോന്നുന്നത്. ആ, എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്. അല്ലേ? എനിക്കും. പക്ഷേ അങ്ങനെയല്ലോ കാണുമോ? ആ, എന്തായാലും മറ്റേ മാമൻ നാളെ വരുമല്ലോ. അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്ന്. അപ്പോൾ സുഹൃത്തുക്കളെ, പ്രണയ നൈരാശ്യത്താൽ വർഷങ്ങൾക്ക് മുമ്പ് നാടുവിട്ട നമ്മുടെ കഥാനായകൻ പ്രണയ സാഫല്യത്തിനായി ഇതാ തിരിച്ചു വരികയാണ് സുഹൃത്തുക്കളെ, തിരിച്ചു വരികയാണ്. മാസ് എൻട്രി. ബെൻസും BMW ഒക്കെ ഇപ്പം വാടകയ്ക്ക് കിട്ടേക്കുന്നു. അച്ഛാ, അച്ഛന്റെ കുശുമിന് ഇതുവരെ ഒരു കുറവുമില്ലേ? ഇതാ മാമന്റെ കാറ് തന്നെ. മാമൻ ഹലോ മിസ്റ്റർ രവീന്ദ്രനാഥൻ, മിസ് മണിക്കുട്ടി, ഓർമ്മയുണ്ടോ ഈ മുഖം? 10 രൂപയുടെ കണ്ണാടി വാങ്ങിച്ചു വെച്ചു കളിപ്പാട്ടം. അയ്യോ, ഇല്ലല്ലോ കളി മാമനെ കാണാൻ. പൊളി അച്ഛാ, പൊളി. അപ്പച്ചിക്ക് ചേരും. എന്റെ രാമ, രവിയേട്ടാ മെലിഞ്ഞാണെങ്കിൽ മറ്റേ മുരിങ്ങാക്കോല പോലെ ഇരുന്ന ചെറുക്കനാണ്. നല്ല ഗ്ലാമറായി. ആ, മരുഭൂമിയിലെ ജീവിതം തന്നെ പലതും പഠിപ്പിച്ചേട്ടത്തി. ആ, ബൈ ദ ബൈ, രാമനല്ലേ? റാം, കോൾ മീ ദാറ്റ്. ഓക്കേ റാം. വർഷങ്ങൾ ഇത്ര ആയാലും ചേട്ടത്തി, ഞാൻ വളർന്നു. എന്റെ മനസ്സിലെ പകയും നാടും വീടും എന്നെ പലതും ഓർമ്മിക്കുന്നുണ്ട്. ആ രാമണ്ണി എന്നുള്ള പഴഞ്ഞ പേര് ഞാൻ അങ്ങ് മാറ്റി. ഇപ്പം റാം. റാമെന്ന് കേട്ട അറബികൾ എനിക്കും സല്യൂട്ട് അടിക്കും. ദുബായില്ലേ ഒരു ഈച്ച പറക്കണമെങ്കിൽ ഞാൻ വിചാരിക്കണം. എന്ത് നിനക്ക് അവിടെ ഈച്ചടിയാ ജോലി? ഈ ചെടിയെ എന്ത് അസൂയ അച്ഛന്? അസൂയ? ഇതാ ചേട്ടത്തി റിങ്കി മോള്. റിങ്കി റിങ്കി. ഞാൻ പിങ്കി. ഓ മൈ ഗോഡ്, വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. പണ്ട് കടൽ മുട്ടി വാങ്ങിച്ചു കൊടുത്ത് നമ്മളെ കൂടെ നടന്ന പിള്ളേരെ അങ്ങ് വളർന്നു. പക്ഷെ ഒരു കാര്യമുണ്ട് ചേട്ടാ, അണ്ണന്റെ ആ പുച്ഛം ഒരു മാറ്റമില്ല. നന്നായിക്കോട്ടെ അണ്ണ. എന്നെ നന്നാക്കാനാ നീ ഇപ്പം ഗൾഫിൽ നിന്ന് കുറ്റിയും പറിച്ചോണ്ട് വന്നത്? ദൈവം വിചാരിച്ചാൽ നടക്കാത്ത കാര്യം നമ്മളെ കൊണ്ട് പറ്റൂ? ഇമ്പോസിബിൾ. കറക്റ്റ്. അയ്യോ, വന്ന കാലത്തിന് നിൽക്കാതെ കേറി വാ രാമനുണ്ണി. അയ്യോ റാം, കേറി വാ. ആ, അത് ചെല്ലി ചെല്ലി. ആ അച്ഛാ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ.
എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്